സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നന്ദനാണ് ഫയൽ എടുത്ത് മാറ്റിയിരിക്കുന്നത് എന്ന്. അങ്ങനെ അവൾ നന്ദനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദൻ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അത് ഇസബല്ലയെയും കെവിനെയും അറിയിക്കുന്നു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ രണ്ടുപേരും നന്ദനോടൊപ്പം ഉണ്ടാകുമെന്നും ഇസബല്ലയും കെവിനും വാക്ക് കൊടുക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഫയൽ എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നാൽ മതി, ബാക്കിയൊക്കെ താൻ നോക്കിക്കോളാം എന്ന് ഇസബല്ല നന്ദനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അയാളോട് കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നു. അമ്മയും നന്ദുവും ചേർന്ന് കളഞ്ഞുപോയ ആ ഫയലിനെ കുറിച്ച് സംസാരിക്കുന്നത് താൻ കേട്ടുവെന്നും അമ്മയോട് ചോദിച്ചാൽ അറിയാൻ കഴിയും എവിടെയാണ് ഫയൽ വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം. അങ്ങനെ ദേവികയുടെ മുന്നിൽ വെച്ച് തന്നെ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ ഓഫീസിലെ ഒരു ഫയലിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും നന്ദന് ആ ഒരു ഫയലിനെ കുറിച്ച് യാതൊരു അറിവില്ലെന്നൊക്കെ പറയുമ്പോൾ കള്ളം പറയരുത് മോളെ, ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, എത്രയും പെട്ടെന്ന് DGP വിവരം അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മറ്റൊരാളെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിളിക്കുന്നത് ഇസബലയുടെ പാപ്പനായിട്ടുള്ള ഐസക്കിനെയാണ്. അയാളെ വിളിച്ച് ദേവികയാണെങ്കിൽ തനിക്ക് പേഴ്സണലായിട്ട് ഒരു പരാതി തരാനുണ്ടെന്നും ഋഷിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ചോദിക്കുന്നു. ഋഷിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ മിണ്ടിപ്പോവരുത് താൻ ഇനി ഇത് ഉഴപ്പിക്കൊണ്ട് പോവുകയാണെങ്കിൽ DGPയെയും CM-നെയും കണ്ട് എനിക്ക് പരാതിപ്പെടേണ്ടി വരുമെന്ന് ദേവിക പറയുകയാണ്. അതിൽ ഐസക് ഒന്ന് വരണ്ടു പോകുന്നുണ്ട്. ഭീഷണിയാണെന്ന് ചോദിക്കുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ്. ഭീഷണിപ്പെടുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല, മര്യാദയ്ക്ക് എന്റെ ഫയൽ കണ്ടെത്തി തരണം. ഇവിടെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് കാണാതെയായിരിക്കുന്നത്. ഞാൻ പ്രതിയെന്ന് സംശയിക്കുന്നത് എന്റെ സ്വന്തം ഭർത്താവ് നന്ദനെയാണെന്ന് പറയുമ്പോൾ മേഡം എന്തൊക്കെയാ പറയുന്നതെന്നിങ്ങനെ ഐസക് ആണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുന്നു. അങ്ങനെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ദേവിക തീരുമാനിക്കുകയാണ്. പിന്നീട് ഐസക് പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ നന്ദനെയും ഇസബല്ലയെയും കെവിനെയും അറിയിക്കുന്നുണ്ട്. നന്ദൻ കുറച്ചു ദിവസത്തേക്ക് ഒളിവിൽ കഴിയണമെന്ന് ഐസക് പറയുകയാണ്. എങ്കിൽ മാത്രമേ ഇതൊന്ന് മറച്ചു പിടിക്കാനായിട്ട് കഴിയുള്ളൂ. CM-ന്റെ മീറ്റിംഗ് കഴിയുന്നത് വരെ ഈ ഫയലിന്റെ കാര്യങ്ങൾ മറച്ചു വെക്കണം. പിന്നീട് ദേവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പിന്നെ ഭീഷണിപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. നന്ദനാണെങ്കിൽ കുറ്റബോധമുണ്ടെങ്കിലും അവൻ അതിന് മനസ്സോട് കൂടിയിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ നന്ദൻ അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിൽ ദേവികയാണെങ്കിൽ പ്രഭാവതിയെ ചോദ്യം ചെയ്യുകയാണ്. എവിടെ നന്ദു തിരിച്ചു വന്നില്ലല്ലോ, അവൻ എവിടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ? എനിക്കിപ്പോ ആരെയും പേടിയില്ല. സത്യത്തിൽ അമ്മയൊക്കെ ഭയന്ന് പറിച്ചിരുന്ന ഒരു ദേവിക ഉണ്ടായിരുന്നു, അതൊക്കെ മരിച്ചുപോയി. ഇപ്പോ പുതിയൊരു ദേവികയാണെന്ന് കരുതിക്കോ. നന്ദു എവിടെയാണെങ്കിലും അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറയണം. കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനിയിപ്പോ എന്ത് പ്രകോപനം ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കൂടെ അച്ഛൻ നിൽക്കുന്നുണ്ട്, എനിക്ക് ആ ഫയൽ കിട്ടണം. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, മോളെ നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇനി എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? എന്നെ കൊണ്ട് അഴിമതി ചെയ്യിപ്പിച്ചതും പോരാ, ഇപ്പോ എന്റെ ഭാവി തന്നെ തകർക്കുന്ന പരിപാടിയാണ് അമ്മയും മോനും കൂടി ചെയ്തത്. അമ്മയും തയ്യാറായിട്ടിരുന്നോ കൂട്ടുപ്രതിയായിട്ട് ജയിലിൽ കിടക്കാമെന്ന് പറയുമ്പോൾ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ അമ്മേ, അമ്മയായിട്ട് ഒരുപാട് തവണ ഞാൻ കണ്ടു, പക്ഷേ തിരിച്ച് ഒരു മോളോടുള്ള കരുതലോ സ്നേഹമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടായിട്ടില്ല. സ്വന്തം മകൻ എന്ത് ചെയ്തോ അത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസബല്ലയ്ക്ക് വേണ്ടിയിട്ടാണോ? അതോ അമ്മയുടെ മോന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ? പണമാണോ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് ദേവിക പ്രഭാവതിയെ ചൊടിപ്പിക്കുന്നു. നീ അനാവശ്യം പറയരുതെന്നൊക്കെ പറയുമ്പോൾ അനാവശ്യം ചെയ്യാം, പക്ഷേ എനിക്ക് അനാവശ്യം പറയാൻ പാടില്ല അല്ലേ? നോക്ക്, ഇപ്പോ എനിക്ക് ഒരൊറ്റ കാര്യം അറിയേണ്ടതുള്ളൂ. ആ ഫയൽ അത് എത്രയും പെട്ടെന്ന് എന്റെ അരികിൽ കിട്ടിയിരിക്കണം, എനിക്കത് വേണം. അതോടുകൂടിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു പോകരുത്. എന്തായാലും പല കാര്യങ്ങളിലും ഞാനും അച്ഛനും നിങ്ങളെ സംശയിക്കുന്നുണ്ട്, എല്ലാ സത്യങ്ങളും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നൊക്കെ ദേവികയും സിദ്ധാർത്ഥനും തീരുമാനിക്കുകയാണ്. എന്തായാലും പ്രഭാവതിയാണെങ്കിൽ ദേവികയുടെ മാറ്റം കണ്ട് ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. നന്ദൻ ഒളിവിലാണ്, ഉറപ്പായിട്ടും DGPയുടെ സഹായത്തോടു കൂടിയിട്ട് ആ ഫയൽ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സ്.